നമുക്ക് യഥാർത്ഥമെന്ന് തോന്നുന്ന ഈ ലോകം വാസ്തവത്തിൽ യഥാർത്ഥ സത്യമാണോ? നാം അനുഭവിക്കുന്ന ഈ വിശ്വപ്രപഞ്ചം ഭഗവാന്റെ ബാഹ്യശക്തിയുടെ ഒരു പ്രതിഫലനം മാത്രമാണെന്ന് ഭാഗവതത്തിൽ വ്യക്തമായി പറയുന്നു. മരുഭൂമിയിലെ മരുപ്പച്ചയിൽ ജലമുണ്ടെന്ന് തോന്നുന്ന പോലെ കാണുന്നതെല്ലാം യാഥാർത്ഥ്യമെന്ന് തോന്നുന്നുവെങ്കിലും ഇത് ശാശ്വതമായ സത്യമല്ല. യഥാർത്ഥ സത്യം എന്നത് ഭഗവാൻ തൻ്റെ ആന്തരിക ശക്തിയോടെ ശാശ്വതനായി വിരാജിക്കുന്ന ആത്മീയ ലോകമാണ്. ഈ ഭൗതിക ലോകത്ത് ഒന്നും സ്വതന്ത്രമായി നിലനിൽക്കുന്നില്ല. ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ആപേക്ഷിക സത്യം എന്ന് പറയുന്നത്. ബ്രഹ്മാവ് മുതൽ ഒരു ചെറിയ ഉറുമ്പ് വരെ ആരും സ്വതന്ത്രരല്ല. സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാത്തിനും പിന്നിൽ ആ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. നമ്മൾ ഈ ഭൗതിക ലോകത്തെ എത്രത്തോളം യാഥാർത്ഥ്യമെന്ന് കരുതുന്നുവോ അത്രത്തോളം നാം മായയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ഭൗതിക ലോകം കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നുവെങ്കിലും അത് കാലത്തോടൊപ്പം മാറുകയും ഒരു നാൾ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു ക്ഷണികാവസ്ഥ മാത്രമാണ്. അതേസമയം ഭഗവാനും ആത്മാവും, ഭഗവാൻ തൻ്റെ ആത്മീയ ശക്തിയാൽ വിരാജിക്കുന്ന ആ ആത്മീയ ലോകവും കാലത്താലോ സാഹചര്യത്താലോ ഒരിക്കലും നശിക്കാത്ത യഥാർത്ഥ സത്യമാണ്. മായയെ നാം സത്യമെന്ന് കരുതുന്നിടത്തോളം യഥാർത്ഥ സത്യം നമുക്ക് വളരെ ദൂരെയായിരിക്കും. ഹരേ കൃഷ്ണ.